ഗായ്സ് യാത്ര അടിപൊളിയാക്കിയല്ലോ, സൂപ്പർ ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് വണ്ടി അടിപൊളിയാണ്, ഇത് യാത്രയുടെ പുതിയ വണ്ടിയാണ് കേട്ടോ. ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മളിന്നൊരു ബാംഗ്ലൂർ യാത്ര പോകണം കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ബാംഗ്ലൂർ യാത്രയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് മാക്സിമം ബഡ്ജറ്റ് കുറച്ച് ബാംഗ്ലൂർ പോകാം, എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് താമസിക്കാം, എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പം റാന്നിന്നാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ റാന്നിയിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എസിപ്പടി എന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ ബാംഗ്ലൂർ യാത്രയുടെ കാഴ്ചകളും അതുപോലെ ബാംഗ്ലൂർ എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പം ദ മലയാളി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്മി ജിതിൻ ചേതരുവിൽ. ഗായ്സ് അപ്പം നമ്മുടെ ബസ് ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. യാത്രയാണ് നമ്മുടെ ബസ്, ഐ തിങ്ക് യാത്ര. ഓക്കെ, ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബസ്സിൽ കയറിയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ യാത്രയാണ് നമ്മുടെ ബസ്. അവിടെ കൊണ്ട് ചവിട്ടി ഗൈസ്, അവിടെ കൊണ്ട ചവിട്ടി. അല്ല ഞാൻ പറഞ്ഞായിരുന്നത് ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ആരെങ്കിലും വേറെ ആരും ഉണ്ടോ? ഞാനാ ഫസ്റ്റ് പാസഞ്ചർ ഉണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പം ബസ്സേ വന്നു. അതെ, പക്ഷേ ഞാൻ ഓർത്ത് കുരുവത് നനച്ച് അല്ലേ. ആണാ പേരെന്നെ തിരുപ്പതി. അപ്പം തിരുപ്പതി ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ നമ്മുടെ എസിപ്പടിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമുക്ക് യാത്രകൾ പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. യാത്ര അടിപൊളിയാക്കിയല്ലോ, സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ സീറ്റ് ഇത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് മേളിൽ. നമ്മൾ അവസാന നിമിഷത്തിൽ ടിക്കറ്റ് എടുത്തേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വിൻഡോ സീറ്റ് U1 2 പേരുള്ളതാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരാണോ വരുന്നതെന്ന് അറിയത്തില്ല. അയ്യോ, എൻ്റെ ബാഗ് ഇതെല്ലാം പോയി ഗൈസ്. ബസ് അടിപൊളിയാണ് കേട്ടോ. ബസ് ഒത്തിരി മാറ്റം ഉണ്ടായി കേട്ടോ. നേരെ ഇൻറ്റീരിയലൊക്കെ മാറ്റി ഗൈസ്. ബസ് മൊത്തം മാറി, ഇൻറ്റീരിയലൊക്കെ അടിപൊളിയാക്കി. നേരത്തെ എന്താണ് മൊത്തം പോയി കിടന്ന ഗൈസ്. അങ്ങനെ നമ്മളിത് ബസ്സിൽ കയറി മേളിൽ ഇരുന്ന് കേട്ടോ. നമ്മളപ്പോൾ സ്ലീപ്പറാണ് എടുത്തത്. ഇത് കണ്ടോ, ഇവിടെ 2 പേര് കിടക്കുന്നതാണ്. ഞാൻ അവസാന നിമിഷത്തിലെടുത്തത്, അതുകൊണ്ട് എനിക്ക് സിംഗിൾ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ബസ്സിൻ്റെ ഇൻറ്റീരിയലെല്ലാം കൊള്ളാം കേട്ടോ. അത് ഒത്തിരി മാറ്റമുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം എന്താ നമുക്കിവിടെ ഒരു AC വിൻഡ് വരുന്നുണ്ട്. അതുപോലെ എന്താണ് ഇവിടെ ക്യാമറ വരുന്നുണ്ട് കേട്ടോ, ക്യാമറ. അതുപോലെ നമുക്കിവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതിനിവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറുണ്ട്. ടിക്കറ്റ് പ്രൈസൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പറിൽ നമുക്ക് ടിക്കറ്റ് പ്രൈസ് കുറവാണ്. 1300 സംതിങ് ഒക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ സീസൺ അനുസരിച്ച് എന്താണ് ടിക്കറ്റിൻ്റെ പ്രൈസ് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നല്ല സീസൺ ടൈം ആണെങ്കിൽ 1400 എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു 2000 2500 ഞാൻ വന്ന ടൈമുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാക്സിമം ട്രെയിനിലാണ് പോകാറുള്ളത്. പക്ഷേ നമുക്ക് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ബസ് തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് കയറിപ്പോകാം, പിന്നെ നമുക്ക് അലഞ്ഞ് നടക്കണ്ട. ബസ് കയറുക, നേരെ നമുക്ക് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് മടിവാളത്ത് നിന്ന് ഇറങ്ങാം. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി പാർട്ട് 1 ബാംഗ്ലൂരിൻ്റെ ഒരു വീഡിയോ ചെയ്ത് അത് നമ്മൾ ചെയ്തത് മാക്സിമം നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് ബാംഗ്ലൂരിൽ എല്ലാം എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് താമസിക്കാം, എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ബസ്സിൽ ബാംഗ്ലൂരിൽ ചെല്ലുമ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പിന്നെ അവിടെ നമുക്ക് ലോഡ്ജ് കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കണം, അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാംഗ്ലൂർ ജീവിതം, അപ്പം ബാംഗ്ലൂരിലെ ജീവിതം എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു അനുഭവത്തിൽ ആ ബാംഗ്ലൂർ ജീവിതമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ അവിടുത്തെ ഫുഡ്, അവിടുത്തെ എക്സ്പെൻസ്, അവിടുത്തെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എങ്ങനെ എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, സിറ്റി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ബ്ലോഗുമായിട്ട് ഇതിനെ കൂട്ടിക്കോ. അപ്പം ബാംഗ്ലൂർ നമ്മുടെ ജീവിതവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതെല്ലാം നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നമ്മുടെ ബസ് പോകുന്നത് റാന്നിയിൽ നിന്ന് നമ്മൾ നേരെ പ്ലാശ്ശേരി, അവിടെ നമ്മൾ എരുമേലി വഴിയാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്തമ്പുഴ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. വനത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗൈസ് ബസ്സിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഒരു വെള്ളം കിട്ടേണ്ടതാണ്.
ഞാൻ ചോദിച്ചില്ല. ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കിത് യാത്രയിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ കടന്ന് അടിപൊളി കാഴ്ചയൊക്കെ കണ്ടു പോകാൻ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നീണ്ടു ദൂരം കിടക്കാൻ കേട്ടോ. എരുമേലി ടൗണിലോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. സീസൺ കഴിഞ്ഞെങ്കിലും അത്യാവശ്യം അയ്യപ്പന്മാരുടെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ എരുമേലി ടൗണ് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബസ്സിൻ്റെ മുന്നിലിരുന്നുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. എന്നോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. എനിക്ക് ഇവിടെ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം, അവിടെ ഇരിക്കുന്നേക്കാളും. ചേട്ടാ ഊരൊക്കെ ശിവകാശിയാ? ഓക്കെ. இந்த பஸ் சேஞ்ச் ஆச்சா? இந்த பஸ் நேத்து போய் இந்த பஸ் இல்ல நினைக்குது. பஸ் இது இப்ப புதிய பஸ் சேட்டா. புதிய பஸ்ஸா? இது புதிய பஸ்ஸா? ஓ அப்படியா? தாமோதரன் பாடி பழைய பஸ் வேற ரூட் മാറ്റിയല്ലേ? എല്ലാരും ഈ വഴിക്ക് പുതിയ ബസ് വിട്ടില്ല, അതുകൊണ്ട് പുതിയ ബസ് വിട്ട് ആണല്ലേ. പില്ലോ കിട്ടിയിട്ടില്ല, പില്ലോ റെഡി ആയിട്ടുണ്ട്. പില്ലോ കിട്ടിയിട്ടില്ല, പില്ലോ പില്ലോ പോടണം. അകത്തെ പില്ലോ ഇല്ല, പില്ലോ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു 3-4 ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി പില്ലോ റെഡി ആയിട്ട് പില്ലോ പോടണം. അകത്തെ പില്ലോ പോടണം. இது தாமதாரம் பாடி அவனும் குழப்பம் நல்ல இந்த ரைடுக்கு நமக்கு நல்ல ஒரு ഇതായിട്ട് ഓക്കെ. ഗായ്സ് നല്ല ക്ഷീണം കേട്ടോ. അപ്പോൾ ഒന്ന് കടക്കാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തും, ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാം. സമയം അപ്പോൾ ഏകദേശം 8:45 കഴിഞ്ഞു കേട്ടോ. അപ്പം ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചായക്കടയിൽ കൊണ്ടുപോയി വണ്ടി ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഗായ്സ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് വണ്ടി അടിപൊളിയാണ്. ഇത് യാത്രയുടെ പുതിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഇറങ്ങിയിട്ട് 4 ട്രിപ്പാണ്ടേ ഇവർ ഓടിയിട്ടുള്ളൂ. അതാണ് എല്ലാം ഇൻറ്റീരിയറിൽ അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ. സമയം ഏകദേശം 1:15 കേട്ടോ. അപ്പം പിന്നെ ഒരു മൂത്ര കഴിക്കാൻ വേണ്ടി നിർത്തി തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഷോപ്പിൽ 2 തവണ നമുക്ക് നിർത്തും. ആദ്യം ഫുഡ് കഴിക്കാനും പിന്നെ നമുക്ക് മൂത്ര ഒഴിക്കാനും. പിന്നെ ഒരൊറ്റ പോക്കാണ് പിന്നെ ബാംഗ്ലൂരെ നിർത്തിയിട്ടുള്ളൂ.
എവിടെ പോണു? ഒന്നും വേണ്ട ഗൈസ്. ഫൈനലി വേണ്ട ഓ ക്യാമറ ഗൈസ്. ഫൈനലിയിൽ നമ്മൾ മടിവാള ഇറങ്ങി കേട്ടോ. ബസ്സിന് വന്ന് മടിവാള ഇറങ്ങിക്കഴിഞ്ഞാൽ അതെ നേരെ ആദ്യം തന്നെ ഓട്ടോക്കാർ വന്ന് നമ്മളെ വിളിക്കും. അതെ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിൻ വന്നിട്ട് ഇതുവഴിയാണ് നടന്നു വന്നത്. അപ്പം ബസ്സിന് വന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം നേരെ ദേ മടിവാള എത്തി ഗൈസ്. അപ്പോൾ രാവിലെ ആകുന്നതേ ഉള്ളൂ. ഗൈസ് നേരം വെളുത്തില്ല കേട്ടോ. ബസ് കറക്റ്റ് ടൈമിലെത്തി. കറക്റ്റ് ടൈമല്ല, ഒരു 10 മിനിറ്റ് മുമ്പേ എത്തി കേട്ടോ. അത് വലിയൊരു ഉപകാരമായി. ബസ്സിനൊക്കെ വരുന്നവർക്ക് അടിപൊളിയാണ്. എന്താ നേരെ ഇറങ്ങിയൊരു 20 അടി അല്ല, ഒരു 30 അടിയാണെന്നാൽ അതെ ഇവിടെ നിറയെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ട്രെയിനിൽ വന്നപ്പോഴും നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. നേരെ നമ്മളിത് ബസ്സിന് ഇറങ്ങി ബാക്കിലോട്ട് കടന്ന് റൈറ്റിലോട്ട് കടന്ന് ഇറങ്ങുക. നിറയെ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഹോട്ടലാണ്. അതുപോലെ ഈ സൈഡിലും ഹോട്ടൽസ് എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി. റേറ്റും കാര്യങ്ങൾ എത്രയൊക്കെയാണേ. അവൻ രാവിലെ നേരം വെളുത്തില്ല, മടിവെള്ളയൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. ചുമ്മാ ഒന്ന് റേറ്റ് ചോദിക്കാം. റേറ്റ് ഒന്ന് ചോദിക്കാം. ചേട്ടാ എങ്ങനെയാണ് റൂം? ഒരാള് ഇവിടെ 1000 ആണല്ലേ? 1000 സിംഗിൾ ഒരാൾക്ക് 1200. ഓക്കെ, അപ്പം ഒരാൾക്ക് 1000 രൂപയാണ് കേട്ടോ റൂമിന് ഇവിടെ വരുന്നത്. അതുപോലെ 1200 ഡബിൾ. അപ്പോൾ ഇതേ റേറ്റൊക്കെ തന്നെയാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും വരുന്നത്. പിന്നെ കുറച്ച് സീസൺ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. രാവിലെ ആൾക്കാരൊക്കെ വന്ന് ഓരോ ഹോട്ടലിലേക്ക് കയറുന്നുണ്ട്. നമ്മളാദ്യം പോകുന്നത് നമുക്കിവിടെ സ്ഥിരം ഒരു ചായക്കട ഉണ്ടല്ലോ, ആ ചായക്കടയിലോട്ടാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കണം. സ്ഥിരം നിങ്ങളറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുവഴി തന്നെ വന്നിട്ട് നമ്മളിവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് രാവിലെ പോകത്തുള്ളൂ. ഗായ്സ് ഇവിടെല്ലാം ഇഷ്ടംപോലെ ഹോട്ടലും റൂമുകളും അവൈലബിൾ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവർ ഒട്ടും പേടിക്കുന്ന കാര്യമില്ല. നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിലെ നേരെ താഴോട്ട് പോയാൽ മാരുതി നഗർ, അതുപോലെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ നമ്മൾ വന്നിറങ്ങിയ റോഡിലോട്ട് വന്നിറങ്ങും ഗായ്സ്. അപ്പം നമ്മളെ ഇന്ന് വിളിക്കാൻ പറ്റുന്നത് വിപിനാണ് കേട്ടോ. വിപിനാളീനെ വരുന്നത്. ലൈസൻസ് ഒക്കെ ഉണ്ടോ അളിയാ? ലൈസൻസ് ഒക്കെ ഉണ്ടോ? ബൈക്ക് ഓടിക്കാൻ അറിയാമോ നിങ്ങൾക്ക്? കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കട്ടിലേ കടന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേക്കുന്ന കേട്ടെ. നിങ്ങൾ ആ വീഡിയോ ഇപ്പം കാണുന്നില്ല, അതുകൊണ്ടാ. ചായ പറയാല്ലേ? ഇതേ ചായ പാത്രം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 2 ചായ പറഞ്ഞിട്ട് പിന്നെ ചായ എങ്ങനെ ഉണ്ട്? രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് വീണേ കേട്ടോ. രണ്ട് ചായക്ക് എത്ര രൂപയായി? ഇപ്പം ഗൈസ് ഇവിടെ ചായയുടെ പൈസ 30 ആണല്ലേ? 15 രൂപയാണ്. നാട്ടിൽ 10 രൂപയ്ക്ക് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നത്, അറിയോ ഗൈസ്? ഇവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? കണ്ടു മടുത്തല്ലേ? ഇവിടെ കാണുമ്പോൾ ഇപ്പോഴല്ല, ഒരു നൈറ്റ് 7 മണിയൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്. അതെ ഗൈസ്, ഇനി നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുവഴി തന്നെയാണ് റൂമിലോട്ട് പോയത്. അപ്പം ഇനിയുള്ള നമ്മുടെ ഗൈസ്, അപ്പോൾ ഇനിയുള്ള നമ്മുടെ കാഴ്ചകൾ ബാംഗ്ലൂർ ജീവിതത്തിൻ്റെ കാഴ്ചകളായിരിക്കും, അഥവാ ആടുജീവിതത്തിൻ്റെ കാഴ്ചകൾ. വിപിൻ തന്ന ടൈറ്റിൽ കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ തമ്പിലൈൻ.
ഓ ഇവനെ കൊണ്ട് കയറ്റിയാനേ ഇപ്പം ഇങ്ങനെ രാവിലെ വെറുപ്പിക്കുവാണല്ലോ. അവനല്ലോ ഇൻഡിക്കേറ്റഡ് ആവുന്നത്, ഞാനാണോ ഇൻഡിക്കേറ്റഡ് ആവുന്നത്? ഒരു ഹോറ് പോലും അടിക്കാൻ അങ്ങനല്ല വന്നേ. എന്നാലും നിങ്ങൾ എൻ്റെ പേരുണ്ട്, നിങ്ങളെ ഞാൻ പിടിച്ച് രക്ഷിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾ എന്നോട് ഇത് തന്നെ പറയാം. രാവിലെ തന്നെ ബിബി കൊണ്ട് കയറ്റിയനെ. ഇതിടല്ലേ അപ്പൊ നമ്മളിപ്പം ബാംഗ്ലൂരിന്റെ സ്ട്രീറ്റിലൂടെ ഇവനെ എവിടെ പോകുന്നല്ലേ രാവിലെ? ഓക്കെ ചുമ്മാ അങ്ങോട്ട് തള്ളി കയറി വന്നിട്ട്. എന്നാലും അവനെ സമയം ആരുടെ മിസ്റ്റേക്ക് പറ. ഞാൻ ഈ വീഡിയോക്കകത്ത് റെക്കോർഡായിട്ടുണ്ട്. മിസ്റ്റേക്ക് നമുക്ക് നോക്കാം ആരെയാന്ന്. അവരെ കാണിക്കില്ല, കറക്റ്റ് മിസ്റ്റേക്ക് നമുക്കറിയാം. അപ്പം ഗായ്സ് നമ്മൾ ബാംഗ്ലൂരിൻ്റെ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലേക്ക്. എൻ്റെ കൈയൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ തവരക്കര എത്തി കേട്ടോ. ഇതാണ് തവരക്കര ജംഗ്ഷൻ. രാവിലെ അവിടെ ഒരു കടയുണ്ട് കേട്ടോ, അതാണ് നമ്മുടെ ചായ സ്പോട്ട്. അതിൻ്റെ പേരെന്താ ഇവനെ? കടയുടെ പേര് മറന്നുവല്ലോ. ഓക്കെ പോട്ടെ. അപ്പം ഗായ്സ് നമ്മുടെ റൂമിലോട്ട് പോവാണ്. ഏകദേശം നമ്മുടെ റൂം എത്താറായി. ഇവനെന്ത് ഇത്ര സ്പീഡ് കൂടുന്നേ? ഓട്ടോമാറ്റിക്കലി തപ്പടിച്ചങ്ങ് കൈ വേഗം കൊടുക്കും. ഗായ്സ് എൻ്റെ കൈ വിറയ്ക്കുന്നു. ഗായ്സ് ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് കേട്ടോ. ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് ഗായ്സ്. ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇതാണ് വിവിൻ്റെയും ജിതിൻ്റെയും റൂം കേട്ടോ. അപ്പം ജിതിൻ്റെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അളിയാ ആളിയെ നല്ല ഉറക്കം, ആളിനെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് ഇവരുടെ റൂം. ചെറിയ രീതിയിൽ ഇവിടെ പാചകം ചെയ്യുന്നുണ്ട്. കിച്ചണൊന്നുമില്ല, ഒരു ടേബിളിൻ്റെ മണ്ടേ വെച്ചിട്ട് ചെറിയ ഇതാ കിച്ചൺ അല്ലേ? അടിപൊളി. ചെറിയ രീതിയിലൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബാച്ചിലർ ലൈഫ് ഒക്കെ എന്ന് പറയുമ്പോൾ അല്ലേ? പിന്നെ ജിതിന്റെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്നാ നിങ്ങളുടെ കിച്ചണിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. അതെ. ഫോർമാറ്റ് നിങ്ങൾ SMS വഴി പൈസ അയക്കുന്ന ഫോർമാറ്റ് 7055229194 ഈ ഒരു നമ്പറിൽ അയച്ചാൽ മതി. അതെ ഗായ്സ്, ബാംഗ്ലൂരിലെ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ഒരു ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ബഡ്ജറ്റായിട്ട് താമസിക്കുന്നത് കേട്ടോ. അടിച്ചു പൊളിച്ച് കഴിയുന്നവരല്ല, നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ കഴിയുന്നവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. അപ്പം ദേ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വന്നിട്ട് ഇനി കുക്ക് ചെയ്യണം. നമ്മുടെ റൂം ഇവിടെ അല്ല, നമ്മുടെ റൂം മേളിലാണ്. ജിതിനാളി ഇന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ജിതിനാളി രാവിലെ എഴുന്നേറ്റ്. അളിയാ ഗുഡ് മോർണിംഗ്. ലൈറ്റ് ഇട്ട് അളിയ കാണുന്നില്ല അളീനെ? ഇല്ല അളിയാ. ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി കേട്ടോ. ഇനിയും കുറച്ചൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇനി നമുക്ക് ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ കാണാം.